പോയ വാരത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചർച്ചയാവാതെ പോവുകയും ചെയ്ത വിഷയങ്ങളും സംഭവങ്ങളും പരിശോധിക്കുകയാണ് ഫോർഗോട്ടൻ ഫോക്കസ്. രാജ്യതലസ്ഥാനത്തിന്റെ ഭരണചക്രങ്ങൾക്ക് ഇനി വേഗം പകരുക രേഖാ ഗുപ്ത എന്ന നാരീശക്തി. 27 വർഷങ്ങൾക്ക് ശേഷമുള്ള വമ്പൻ തിരിച്ചുവരവിൽ തലസ്ഥാന നഗരിക്ക് വനിതാ മുഖ്യമന്ത്രിയെ സമ്മാനിച്ച് സ്ത്രീ ശാക്തീകരണത്തിന്റെ ശക്തമായ സന്ദേശവുമായി BJP. ചാലിമാർ ഭാഗമണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ രേഖാ ഗുപ്തയെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതിലൂടെ മോദി സർക്കാരിന്റെ നാരീശക്തി വന്ദനോടുള്ള പ്രതിബദ്ധത കൂടിയാണ് വ്യക്തമാവുന്നത്. ഇന്ന് രാജ്യത്തിന്റെ രാഷ്ട്രപതി പദം അലങ്കരിക്കുന്നതടക്കം ഭരണശിരാ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കുണ്ടായ വലിയ മുന്നേറ്റം നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA സർക്കാരിന്റെ സ്ത്രീ സൗഹൃദവും ദീർഘവീക്ഷണപരവുമായ പദ്ധതികളുടെ തുടർച്ചയാണ്. റോഡ് വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, കേരളത്തിന് 3 ലക്ഷം കോടി വമ്പൻ പ്രഖ്യാപനവുമായി മോദി സർക്കാർ. മോദി സർക്കാരിന്റെ കരുതലിൽ കേരളത്തിന്റെ റോഡ് അടിസ്ഥാന സൗകര്യ വികസനം കുതിക്കും. കേരളത്തിലെ 31 റോഡുകൾ വികസിപ്പിക്കാൻ 50,000 കോടി, മൊത്തം അടിസ്ഥാന സൗകര്യ വികസനത്തിന് 3 ലക്ഷം കോടി. വമ്പൻ പ്രഖ്യാപനവുമായി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കൊച്ചിയിൽ വെച്ച് നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. 896 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കേരളത്തിലെ 31 റോഡുകൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. കേന്ദ്ര അവഗണന എന്ന കേരള സർക്കാരിന്റെ വ്യാജ പ്രചാരണങ്ങൾ അരങ്ങ് തകർക്കുമ്പോഴും അടിസ്ഥാന സൗകര്യ മേഖലയിൽ വികസനം കൊണ്ടുവന്ന് കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ. ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പ് 2025 സെപ്റ്റംബറിൽ പുറത്തിറങ്ങും. മോദി സർക്കാരിന് കീഴിൽ നൂതന സാങ്കേതിക വിദ്യയിൽ രാജ്യം സ്വാശ്രയത്വം കൈവരിക്കാൻ തയ്യാറെടുക്കുകയാണ്. രാജ്യത്തിന്റെ സെമി കണ്ടക്ടർ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം വ്യക്തമാക്കുന്നത്. പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷനുമായി ചേർന്ന് ടാറ്റ ഇലക്ട്രോണിക്സ് ഗുജറാത്തിലെ ധോലേരയിൽ ഭാരതത്തിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ് നിർമ്മിക്കുകയാണ് ഇപ്പോൾ. നേരത്തെ 2021 ഡിസംബറിൽ രാജ്യത്ത് സെമി കണ്ടക്ടർ ഡിസ്പ്ലേ നിർമ്മാണത്തിന് 76,000 കോടി രൂപ ചെലവ് വരുന്ന സെമികോൺ ഇന്ത്യ പരിപാടിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അംഗീകാരം നൽകിയിരുന്നു. സെമി കണ്ടക്ടറുകൾ, ഡിസ്പ്ലേ നിർമ്മാണം, ഡിസൈനിങ് സൗകര്യം എന്നിവയിൽ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് രാജ്യത്ത് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ദേശീയപാതകളിലെ സ്ഥിരം യാത്രക്കാർക്ക് ആശ്വാസം പകരാൻ മോദി സർക്കാർ വാർഷിക ലൈഫ് ടൈം ടോൾ പാസ് നടപ്പാക്കാനൊരുങ്ങി കേന്ദ്രം. ദേശീയപാതകളിലെ യാത്രക്കായി വാർഷിക ദീർഘകാല ടോൾ പാസുകൾ അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. വാർഷിക ഫീസായി ഒറ്റത്തവണ 3,000 രൂപയും അല്ലെങ്കിൽ ലൈഫ് ടൈം പാസായി 15 വർഷത്തേക്ക് 30,000 രൂപയും യാത്രക്കാർക്ക് അടക്കാം. ദേശീയപാതകളിലൂടെ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് ഈ നടപടി വലിയ ആശ്വാസമാകും. ഇവ ഫാസ്ടാഗുകളിൽ ഉൾപ്പെടുത്തും. നിലവിൽ 340 രൂപയുടെ പ്രതിമാസ പാസുകളാണ്. അതായത് വർഷത്തിൽ 4,080 രൂപ വരുന്നത്. 3,000 രൂപ വാർഷിക ഫീസ് അടച്ചാൽ ദേശീയപാതകളിലൂടെ പരിധിയില്ലാത്ത യാത്ര ചെയ്യാൻ സാധിക്കും. ചാന്ദ്രയാൻ 4 2027 അമ്പിളിയെ തൊടും. രാജ്യത്തിന്റെ അടുത്ത ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഭാരതത്തിന്റെ അഭിമാനമായ ചാന്ദ്രയാൻ 4 2027 വിക്ഷേപിക്കുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ചന്ദ്രനിൽ നിന്ന് പാറകളുടെ സാമ്പിളുകൾ കൊണ്ടുവരികയാണ് പ്രഥമ ലക്ഷ്യം. ISROയുടെ ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ LVM-3 റോക്കറ്റ് ഉപയോഗിച്ച് 2 ഘട്ടമായാകും ദൗത്യത്തിനാവശ്യമായ ഉപകരണങ്ങളും മറ്റും ഭ്രമണപഥത്തിലെത്തിക്കുക. തുടർന്ന് ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിച്ചാകും ദൗത്യം പൂർത്തിയാക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ഭാരതത്തിന്റെ ബഹിരാകാശ യാത്രികരെ ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ഗഗൻയാൻ ദൗത്യവും സമുദ്രോപരിതലത്തിൽ നിന്ന് 6,000 മീറ്റർ താഴ്ചയിൽ ആളെ എത്തിച്ചുള്ള സമുദ്ര പര്യവേഷണ ദൗത്യം സമുദ്രയാനും അടുത്ത വർഷം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.